ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, എൻ്റെ മുത്തുമണികൾക്ക് എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോടൊരു വലിയൊരു താങ്ക്സ് പറയേണ്ടിയിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ കൊച്ചു ഫാമിലി ഒരു 11 സംതിങ് കെ ആയിക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വരിക്കച്ചക്കയാണ്, പഴഞ്ചക്കയല്ല. ഈ വരിക്കച്ചക്ക തിന്നിട്ട് ഞാൻ ഒരു 1-2 വർഷമായിട്ടുണ്ടാവും. എൻ്റെ ഹസ്ബൻഡും നാട്ടിലില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു വരിക്കച്ചക്ക ഞാൻ തിന്നിട്ട് കാലങ്ങൾ കുറേ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ചങ്ങായിൻ്റെ വീട്ടിൽ പോയിട്ട് തന്നതാണ്. എൻ്റെ പൊന്നോ, മുറിച്ചിട്ടൊന്നും മുറിയുന്നില്ല. ഭയങ്കര ഉറപ്പ്, നല്ലൊരു അടിപൊളി ചക്കന, നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത് നോക്കി ഞങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ച് കിട്ടാൻ ഞാൻ പെട്ട പാട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ, ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് വരിക്കച്ചക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടം. പഴഞ്ചക്ക ഉണ്ട്, തറവാട്ടിലുണ്ട്. പഴഞ്ചക്ക തറവാട്ടിലുണ്ട്. അത് നല്ല ചക്കയാണ്. അത് വരകാനും എല്ലാത്തിനും നല്ല ചക്കയാണ്. എന്നാലും നമുക്കൊരു വരിക്കച്ചക്കൊരു പൂതി, അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഏറെക്കുറെ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. ലൈവിലായിക്കോട്ടെ, വീഡിയോസിലായിക്കോട്ടെ എല്ലാം പങ്കുവെക്കാറുണ്ട്. പിന്നെ മുഴുവനായിട്ട് എന്ന് പറയുമ്പോൾ പോലെ പബ്ലിക്കിൽ വന്നിട്ട് നമുക്ക് പറയാനും പറ്റൂല അല്ലേ. മുഴുവനും തുറന്ന് കാട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഒരു കുടുംബമാകുമ്പോൾ പല ഇതും ഉണ്ടാവും, പല ബുദ്ധിമുട്ടും പ്രശ്നങ്ങളിലൂടെയും. സന്തോഷം മാത്രമല്ലല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം എത്ര പൈസക്കാരായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള ആൾക്കാരായി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ ഉണ്ടാവും. അപ്പം അത്തരത്തിൽ കുറേ സന്തോഷങ്ങളിലൂടെ, അതും പറയണം, സന്തോഷങ്ങളിലൂടെയും കുറച്ച് വിഷമങ്ങളിലൂടെയും ഒക്കെ ആയിട്ട് എൻ്റെ ഈ ജീവിതയാത്ര ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ഒരു കുഞ്ഞു യൂട്യൂബർ ആയിക്കൊണ്ടിരിക്കും, മാറും എന്നൊന്നും ഞാൻ അറിയൂല. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ വന്നതാണ്, വന്ന് വിട്ടുപോയതാണെന്ന് തന്നെ പറയാം. മക്കൾ തുടങ്ങി വെച്ചൊരു ചാനലേനു. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് തന്നെ വന്നു പോയതാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൊണ്ട് ഇത്ര എത്തി. പിന്നെ ഞാൻ ഈ 4 ചുമരുകൾക്കുള്ളിൽ എൻ്റെ മക്കളെ നോക്കി, ഭർത്താവിൻ്റെ കാര്യം നോക്കിയിട്ട് ജീവിക്കുന്ന ഞാൻ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ അറിയപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അതിലൊക്കെ വലിയ സന്തോഷമുണ്ട് എനിക്ക്. ഇവിടുന്ന് അങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പോസിറ്റീവിൻ്റെ ഒക്കെ തന്നെ കുറച്ചെങ്കിലും നെഗറ്റീവ് ഇല്ലാണ്ടിരിക്കൂല. അങ്ങനെ 100% ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്നല്ലാണ്ട് അതങ്ങനെ പോസിബിൾ ആവൂല അല്ലേ. അപ്പം അതൊന്നും നെവർ മൈൻഡ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ വിടൽ. പിന്നെന്താ, പിന്നെ ഹസ്ബൻഡ് ഇപ്പം നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയണ്ടേ, ഇപ്പം ഇവർ അതിന് മുമ്പേ 2 മാസം മുമ്പേ അന്ന് നാട്ടിൽ വന്നത്. അപ്പോൾ ഈ മനുഷ്യനെ എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ എത്ര ഞാൻ ഇപ്പം നമ്മൾ ഭാര്യമാർ ഉമ്മാരെ പോലെ തന്നെയാണ് എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ കാര്യം ഏറെക്കുറെ ഭാര്യമാർ തന്നെയാണ് നോക്കി ഇതാകുന്നത്. ആണുങ്ങൾ ഇപ്പം ഭർത്താക്കന്മാർ പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് അധ്വാനിച്ചിട്ട് കൊണ്ടുവന്നാലും അത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കുടുംബിനികളാണ് അല്ലേ. അപ്പം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും അതിൻ്റെ എന്താ പറയണ്ടേ ഓരോ കാര്യങ്ങളായാലും നമ്മളല്ലേ അത് തീരുമാനിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ടോ, അവിടെ എന്തെങ്കിലും ഒരു വിഷമോ, നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യമോ വരുമ്പോൾ നമ്മൾ സ്ത്രീകളാണ് അതിനെതിരെ സംസാരിക്കുക. അപ്പം ഈ പുരുഷന്മാരെന്ന് വെച്ചാൽ അവർക്ക് അത്ര നമ്മളാ ഒരു കൈകാര്യം അത്ര തന്നെ അവർക്ക് വശം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും അവർ കാണിക്കൂല. അന്നേരം നമുക്ക് ദേഷ്യം പിടിക്കും. ഞാൻ ഇവരോട് അതിന് മുമ്പേ ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് ഇവർ വന്നതാണ്. 2 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. ആ സമയത്ത് വന്ന സമയത്ത് എന്നോട് പറഞ്ഞിക്ക് ഞാൻ ക്യാൻസലാക്കിയിട്ട് വരും. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണെന്നറിയാവോ,
അവരെ പണം മാത്രം മതി നമുക്ക് എന്നുള്ളൊരു ചിന്തയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്നുള്ളത് മനസ്സിലാവില്ല. ഓരോ വർഷം കൂടുമ്പോൾ വരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഈ ചെറിയ മോളെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ള സമയത്ത് പിന്നെ നമുക്ക് ക്യാഷിനെല്ലാം കുറച്ച് അത്യാവശ്യം വന്നു. അപ്പം അങ്ങനെയെല്ലാം ഉള്ളതിൽ അവർ പിന്നെ 2 വർഷം അങ്ങനെ പിടിച്ചു നിന്നത്. അങ്ങനെ 2 വർഷമൊന്നും നിൽക്കാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ ഈ മോളെ കണ്ടതിന് ശേഷം ഇല്ലേ പിന്നെ മൂപ്പർക്ക് പോകാനൊരു മടി, പിന്നെ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നേ, ഇനി എന്തിനാ എന്നെ ഇങ്ങനെ തള്ളി വിടുന്നേ, ഇനി എന്തിനാ എന്നെ വിടുന്നേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും. നമുക്ക് കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യമെല്ലാം ഉണ്ട്. കുറച്ച് നമ്മൾ അങ്ങെല്ലാം പോയിട്ട് ദുബൈയിലെല്ലാം പോയിട്ട് ഇവിടുത്തേനെക്കാട്ടിലും ഡബിൾ ചിലവല്ലേ, എല്ലാത്തിനും ചിലവാണ്. ആ സമയത്തെല്ലാം നമുക്ക് കുറച്ച് ക്യാഷെല്ലാം ബാങ്കിൽ നിന്നെല്ലാം എടുക്കേണ്ടി വന്നു. പിന്നെ പൊന്നെല്ലാം ഇതാക്കിയിട്ടും അങ്ങനെയെല്ലാം കുറച്ച് എന്താ പറയുക അടിച്ചു പൊളിച്ചിട്ടെല്ലാം പോകുന്നതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട്. അതൊന്നും തീർക്കാണ്ട് ആടെ പോയി വന്നതിന് ശേഷമാണ് ഈ മോളുണ്ടായി. ആടുന്ന് കിട്ടിയതാണ്, അവിടെ പോയാലും കിട്ടിയ മോളാണ്. അപ്പം അങ്ങനെ ആടുന്ന് ഇങ്ങോട്ട് നല്ല ചിലവ് തന്നെയാണ് നമുക്ക്. പിന്നെ വേറെ വരുത്തും അത് കഴിഞ്ഞിട്ട് മോളെ കാണാനുള്ള വരുത്തും എല്ലാം കൂടി നല്ല ചിലവ് തന്നെ ആയിപ്പോയി. പക്ഷെ എങ്കിൽ ഇവർ പിന്നെ നമ്മൾ പറഞ്ഞാലൊരു ഇതാണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ ഓർക്ക്. പിന്നെ മക്കളെ കണ്ടിട്ട് പിന്നെ ഒച്ചപ്പെടുത്തില്ല അവിടെ വെക്ക്, പിന്നെ പോവാൻ മനസ്സ് വരുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് പോകുന്ന എന്നെ സമാധാനിപ്പിക്കാൻ പറയുക എന്നല്ലാണ്ട് പോകുന്നില്ല. അപ്പോൾ ആ ഒരു നീറ്റിൽ എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളോട് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ബാങ്കേര് ഞാൻ പറയാം എൻ്റെ മാപ്പിളിനോട്, നമ്മുടെ ഉപ്പാപ്പല്ല ബാങ്കേര് അല്ലേ. ബാങ്കിൽ നിന്ന് നമ്മൾ പൊന്ന് വെച്ചിട്ട് ഒരു വായ്പ എടുത്തിട്ടായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ലോൺ എടുത്തിട്ടായാലും ആ എടുത്ത പൈസ നമ്മൾ തിരിച്ചു കൊടുത്തല്ലാണ്ട് നമുക്ക് നമ്മുടെ മുതൽ കിട്ടൂലല്ലോ. കിട്ടുമോ? അപ്പം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഏറെക്കുറെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭർത്താക്കന്മാരെ വിഷമം കണ്ടിട്ട് നമ്മളടുത്തുള്ളതെല്ലാം കൊടുക്കും. പക്ഷെ അത് തിരിച്ചിട്ട് നമ്മൾ വാങ്ങാനാവുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, അതിന് എന്ത് വാക്കാൻ ഞാൻ പറയണ്ടേ എനിക്കറിയുന്നില്ല. നല്ലോണം ഉണ്ടെങ്കിൽ രാജാവിൻ്റെ തൊട്ടുള്ള കളിയാണ് എൻ്റെ ഭർത്താവ്. സത്യമാണ്. ഭയങ്കര ലാവിഷായിട്ടാണ് ഞങ്ങളെ അൽഹംദുലില്ലാ ഇതുവരെ. ഓർക്കില്ലെങ്കിലും ഓര് ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിലും ഓര് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും പുറമേ പറയൂലേ നമ്മളോട്. എനിക്ക് ചില സമയത്ത് കണ്ണീര് വന്നു പോയിക്ക്. എന്താണെന്നറിയാമോ, ഇനിയിപ്പോൾ ഒരു പെരുന്നാളായി കഴിഞ്ഞാലും കൂടിയിട്ട് എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഞങ്ങളെ ഉടുപ്പിക്കും, ഞങ്ങളെ തീറ്റിപ്പിക്കും, ഞങ്ങളെ നല്ല നിലയിൽ കൊണ്ട് നടക്കണം. അപ്പം അത് അങ്ങനത്തെ ഒക്കെ ഒരു മനുഷ്യനാണെന്നത്. പക്ഷേ വിഷമം വന്നാലും ഒന്നും പുറത്ത് കാണിക്കൂല. എങ്ങനെയാണ് കാണിക്കുന്നറിയാവോ? ദേഷ്യത്തിലൂടെ നമ്മളോട് ഇങ്ങനെ ഒച്ച എടുത്തിട്ട് അന്നേരം നമുക്ക് മനസ്സിലാക്കാതെ വിഷമം വന്നിട്ടാന്നുള്ളൊരു ഇത്. കുട്ടികളെ പോലെ തന്നെ ഭാര്യയായ അന്നെയും കാണാൻ, ഓരോ മക്കളെ പോലെ തന്നെ അന്നെയും കാണാൻ. കുട്ടികൾക്കൊരു ചോക്ലേറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ എനക്കും വാങ്ങിയിട്ട് അവിടെ വെക്കും. അത് പറയൂല. ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ കാഡ്ബറി അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഫ്രിഡ്ജിൽ അവിടെ ഫ്രീസറിൽ വെച്ചിട്ട് പോകും. പുറത്തുനിന്ന് വന്നിട്ട് നേരെ പുറത്ത് പോകും. നമ്മൾ തുറന്ന് നോക്കുമ്പം കാണാം 3 മക്കളല്ലേ, 3 മക്കൾക്കുള്ളിൽ 4 എണ്ണം കൊണ്ടുവരും. ഒരു ഐസ്ക്രീം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു ലേസ് വരെ ആയാലും കുട്ടികളെ പോലെ. എനിക്കധികം മിഠായി ഒന്നും ഇഷ്ടമല്ല, എന്നാലും എനിക്കും കൊണ്ടുത്തരും. അപ്പം ഉണ്ടെങ്കിൽ രാജാവിൻ്റെ ഓട്ടാണ്, ഇല്ലെങ്കിൽ എന്താ പറയുക അങ്ങേയറ്റമാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഓർക്കതുപോലെ അങ്ങനത്തെ ഒരു നമ്മൾ മറ്റുള്ളവരോട് മുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം തരിക, അങ്ങനത്തെ ഒക്കെ ഒരു വ്യക്തിയാണ്. എനിക്ക് എന്താണെന്നറിയാവോ, ഒരു വിഷമം എന്ന് വേണ്ട അടട്ടെ. എനിക്കൊരു വിഷമം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലുള്ളൂ. കുറച്ചും കൂടിയും കടങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇവിടെ നാട്ടിൽ നിന്നാൽ നമുക്ക്, ഞാൻ എത്രയോന്ന് പറഞ്ഞാൽ രാത്രികൾ ഉറങ്ങാണ്ട് എൻ്റെ ഭർത്താവിനെ ആലോചിച്ചിട്ട് കരഞ്ഞ ദിവസങ്ങളുണ്ട്. എൻ്റെ ഇവിടുത്തെ വേറെ അനിയൻ്റെ ഓൾക്കറിയാം. വേറെ അനിയനും ഗൾഫിൽ തന്നെയാണ്, ദുബൈ തന്നെയാണ്. ആടട് ഇത്താത്ത വന്ന് കഴുകിത്തരും അടട്. ഇപ്പട് ഓളും എന്നെ വിളിച്ചിട്ട് കരയും, ഞാനും ഓളെ വിളിച്ചിട്ട് കരയും. ഒരു ദിവസം ഒന്ന് വിളിച്ചിട്ടില്ലെങ്കിലോ, സമയം തെറ്റിയിട്ടൊന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടാവുമല്ലോ, അപ്പാട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് കരഞ്ഞിരുന്ന വ്യക്തികളാണ് ഞാനും ബ്രാനിയൻ്റെ ഓളും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഇവർ നാട്ടിൽ വന്നപ്പോൾ പൈസക്ക് പൈസ വേണ്ടേ അല്ലേ, ജീവിക്കാൻ നമുക്ക് പൈസ വേണം. 3 മക്കളുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ അരിയത്ത് നിൽക്കണം എന്നുള്ളൊരു പൂതി, അതിയായ പൂതി അതും ഉണ്ട്. ആദ്യം അവർക്ക്
എൻ്റെ ഭർത്താവിന് എല്ലാം സെറ്റാവട്ടെ, എന്നിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ എന്തോ മോളെല്ലാം കണ്ടതിന് ശേഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇപ്പം ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കണം, പൈസ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മളെ ഈ സമയം കടന്നു പോകും, അങ്ങനെയൊക്കെയാണ് സംസാരം. അനക്കാണെങ്കിൽ ഈ ബാങ്കിലത്തെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളോട് പറയാം. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ എൻ്റെ കൂടപ്പറപ്പിനെ പോലെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, എന്താ പറയണ്ടേ, എൻ്റെ എല്ലാ വിഷമങ്ങളും പറയാൻ എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇതിൽ. എൻ്റെ കൂടപ്പറപ്പിനെ പോലെയാണ് നിങ്ങളെ ഓരോരുത്തരും ഞാൻ കാണുന്നത്. തെറ്റായിട്ട് കാണുന്നവരുണ്ടാവാം, അവരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഭാഗം ചിന്തിക്കുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാൻ കുറച്ച് പേരെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്, വേറൊന്നും വേണ്ട. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനി മുൻപോട്ടുള്ളത് എങ്ങനെയെന്നൊന്നും അറിയില്ല. ഇവിടെ അങ്ങനെ ഒരു സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന എന്നോട് പറയും. അത് എത്രത്തോളം പോസിബിളാവും. ഒരുപാട് ചങ്ങായിമാരുണ്ട്, വിളിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. പക്ഷെ പോകാനുള്ളൊരു മൂഡ്, ഒരു മനസ്സ് ഇവർക്ക് വേണ്ടേ. സഹായിക്കാനൊക്കെ ചങ്ങായിമാരുണ്ട്, അത്രയും ചങ്ങായിമാരുള്ളൊരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ എന്താ, പോവാനുള്ളൊരു മനസ്സ് ഇവർക്ക് വേണ്ടേ. ഇവിടെ നിന്ന് നമ്മൾ എത്ര സമ്പാദിച്ചാലും ഒന്നും ആവൂല. എന്താവാനാ, ഒന്നും ഉണ്ടാവൂല. ഞാൻ പറയുന്ന കുറച്ചും കൂടിയൊക്കെ ഒന്ന് അതായിട്ട് ഓരോ വർഷം കൂടുമ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഇതിൽ ഒന്ന് പോയി നിൽക്കുന്നതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും മക്കളും പോരങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ നിൽക്കാനുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എടുത്തുതരാം, അങ്ങനെയാണെങ്കിൽ പോരാന്നെല്ലാം പറഞ്ഞു. അന്നേരം ഒന്നിങ്ങനെ നോക്കും, ശരിയാക്കാന്ന് പറയും, വണ്ടി എടുത്തുതരാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും ദുആയിലും എന്നെ എൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തുക. എന്താ പറയണ്ടേ, ഇവർക്ക് ആദ്യമൊന്നുമില്ല, ഇപ്പം തുടങ്ങിയതാണ് ഞങ്ങളെ വിട്ടിട്ട് നിൽക്കാനുള്ളൊരു മടി. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പ്രാരാബ്ദങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ചുറ്റുപാടൊക്കെ കണ്ടിട്ടാണ് ഏതൊരു സ്ത്രീയും ഏതൊരു കുടുംബവും പ്രവാസ ലോകത്തേക്ക് നമ്മുടെ ഇണയെ അല്ലേ അയക്കുന്നത്. ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ. അതങ്ങ് ഇപ്പം ഈ പറയുന്ന ഞാനാവൂല, പോയി കഴിഞ്ഞാൽ ഇരുന്ന് കരച്ചിലായിരിക്കും. പക്ഷെ നമുക്ക് കഴിയണ്ടേ, ഇവിടെ നിന്നുകൊണ്ടൊന്നും ഒന്നും ആവൂല. അപ്പം അവർക്കാണെങ്കിൽ അത് പറഞ്ഞാൽ എന്താ പറയുക, ആണുങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുമ്പം വിചാരിക്കും വെറും പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഇങ്ങനെ വിചാരിക്കും. നമ്മളെയൊന്നും ഒന്നും ചെയ്യാനൊന്നും സമ്മതിക്കില്ല. എന്നാൽ പിന്നെ അവർ പോയിട്ട് എന്തെങ്കിലും എല്ലാം ആക്കുക അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ വിപരീതമായിരിക്കും തോന്നാൻ. ഞാൻ പറയും നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എന്തും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വെക്കണ്ടേ. ഒന്നും വേണ്ട, ആക്കി വെക്കണ്ട, ഉള്ളത് എന്തെങ്കിലും വീട്ടണ്ടേ. നമ്മളായിട്ട് കടം വരുത്തി വെച്ചത് നമ്മൾ വീട്ടണ്ടേ, അത് വേറൊരാൾ വന്നിട്ട് വീട്ടൂലല്ലോ. അപ്പം അങ്ങനെയൊക്കെ കണ്ട കാര്യങ്ങളിലാണ് ഉള്ളത്. ഞാൻ എൻ്റെ എല്ലാ ഒരുവിധപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ വെറുതെ എന്താ പറയണ്ടേ, ഒരു നേരം പോക്കിന് തുടങ്ങിയത് അല്ല, ഞാൻ വന്നിട്ട് നേരം പോക്കിന് തുടങ്ങിയല്ല, മക്കളാൽ എടുത്തു വെച്ച ചാനലാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചാനലിന് എന്താ പറയുക, പിന്നെ റിയാക്റ്റീവ് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ലൈക്കെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മളിപ്പം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുടുംബത്തോടൊപ്പം ചെയ്യുന്ന വ്ളോഗിനൊന്നും ലൈക്കെല്ലാം കുറവാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് പടച്ചോനെ അങ്ങനെ ലൈക്ക് തരാത്തേ, നമ്മളെ ഇഷ്ടമല്ലേ. അപ്പം അതൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക. പിന്നെ ഇപ്പം ഇഷ്ടപ്പെടാത്തവരോട് ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞിട്ട് യാചിക്കാനൊന്നും കഴിയൂല. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊരു ലൈക്ക് തരിക കേട്ടോ. എന്നെ എൻ്റെ മക്കളെയും ഭർത്താവിനെയും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ വിലപ്പെട്ട ദുആയിൽ ഉൾപ്പെടുത്തുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, എന്നാലേ അസ്സലാമു അലൈക്കും.